ജേക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വെള്ളിത്തിരയിലെ ആരവങ്ങളിൽ നിന്നും നാടിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ഒരു നായകൻ്റെ നടന്നുകയറ്റം. പഴിചാരലുകൾക്കും വിവാദങ്ങൾക്കും കളിയാക്കലുകൾക്കും ഒടുവിൽ കാലത്തിൻ്റെ കാവ്യനീതി പോലെ TVK എന്ന പാർട്ടിയും വിജയും തമിഴ്നാട്ടിൽ പുതിയ ചരിത്രം കുറിക്കുകയാണ്. 100-ലേറെ സീറ്റുകളുടെ ചരിത്ര വിജയവുമായിട്ട് അരനൂറ്റാണ്ട് കാലമായിട്ട് തമിഴ്നാടിനെ ഭരിച്ചിരുന്ന ഇരു മുന്നണികളുടെയും കോട്ടകളാണ് 2 വർഷം മുമ്പ് രൂപം കൊണ്ട TVK എന്ന പാർട്ടി തകർത്തെറിഞ്ഞു കൊടുത്തത്. വിശദമായി നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വർഷങ്ങളായിട്ട് സജീവമായി നിൽക്കുന്ന നേതാക്കളും പാർട്ടികളും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വിജയ്ക്ക് സീറ്റുകൾ നേടാനാവില്ലെന്നായിരുന്നു പലരുടെയും ധാരണയും പ്രവചനങ്ങളും. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ തടിച്ചുകൂടിയ ആളുകളെ കണ്ട് അതെല്ലാം വോട്ടായി മാറുമെന്ന് കരുതണ്ടെന്നും സൂപ്പർ സ്റ്റാർ വിജയെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം തടിച്ചുകൂടിയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അതെന്നുമുള്ള പരിഹാസം ഉയർന്നിരുന്നു. അതുമാത്രമല്ല, വിദേശത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരടക്കം തെരഞ്ഞെടുപ്പ് ദിവസം തമിഴ്നാട്ടിലേക്ക് പറന്നെത്തിയിരുന്നു. TVKയെ വിജയിപ്പിക്കണം, അണ്ണനെ പിന്തുണ അറിയിക്കണം എന്നത് മാത്രമായിരുന്നു അവരുടെ എല്ലാം ഉദ്ദേശം. പലരും ഇക്കാര്യം ഓപ്പണായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിലും പോസ്റ്റായിട്ടും റീലായിട്ടും ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ട്രോളുകളായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ ഈ ട്രോളുകളിലും കളിയാക്കലുകളൊക്കെ ആയിരുന്നു ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ 2 വർഷമായുള്ള കഷ്ടപ്പാടുകൾ വെറുതെ ആയില്ലെന്നും തമിഴ്നാട് ഇപ്പോഴും എപ്പോഴും ഒപ്പമുണ്ടാകുമെന്നും വിജയ്ക്ക് തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ മനസ്സിലായി. ഒരു നടൻ്റെ വ്യക്തിജീവിതത്തിലുണ്ടാകുന്ന വിവാദങ്ങൾ ജനങ്ങൾ മുഖവരയ്ക്കെടുക്കുന്നില്ല. അതാണ് ഈ TVK പാർട്ടിയുടെ ലീഡിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഈ TVK ആദ്യം മൂന്നാം സ്ഥാനത്താണ് നിന്നിരുന്നത്. TVKയുടെ ലീഡ് 36ലേക്ക് ഉയർന്നപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. വിജയുടെ പിതാവ് ചന്ദ്രശേഖറും ബന്ധുക്കളും കെട്ടിപ്പിടിച്ച് ആഘോഷിക്കുന്നതും സന്തോഷം പ്രകടിക്കുന്നതുമായിട്ടുള്ള വീഡിയോ, കൂടാതെ നടി തൃഷയും ഈ ആഘോഷത്തിൽ പങ്കുചേരുകയും ആശംസകൾ അറിയിക്കാനുമായിട്ട് വിജയുടെ ചെന്നൈ വസതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മറ്റൊരു വാക്കുണ്ട്, MGR-നേക്കാൾ ഡേഞ്ചറാണ് വിജയ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ ഒരു ന്യൂസ്. അതായത് സിനിമാ ഡയലോഗും നഗരപ്രദക്ഷിണവും നടത്തിയതുകൊണ്ട് മാത്രം വോട്ട് പെട്ടിയിലാക്കാൻ കഴിയില്ലെന്നും 10 സീറ്റ് പോലും TVKക്ക് നേടാനാവില്ലെന്നും പ്രവചിച്ചവരുടെ മുഖത്ത് ഏറ്റ അടിയാണ് 100-ന് മുകളിൽ സീറ്റ് നേടിയുള്ള വിജയുടെ പാർട്ടിയുടെ ഗംഭീര വിജയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2 വർഷം മുമ്പുണ്ടായ പാർട്ടി തമിഴ്നാട് പോലെ വലിയൊരു സംസ്ഥാനത്ത് ഇത്രയേറെ കോളിളക്കം സൃഷ്ടിക്കുമെന്നോ സീറ്റുകൾ നേടുമെന്നോ ആരും കരുതിയിരുന്നില്ല. എക്സിറ്റ് പോൾ ഫലം വന്നതോടെ വിജയ്ക്കൊപ്പമാണ് തമിഴ്നാടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ആരും അത് കാര്യമായിട്ട് എടുത്തിരുന്നില്ല. കരൂര് പോലൊരു സംഭവം മറ്റൊരു നടനാണ് അല്ലെങ്കിൽ മറ്റൊരു ആക്ടറിനാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അപ്പം തന്നെ നിലം തൊട്ടനെ അവൻ്റെ ഭാവിയും ഭൂതം അടക്കം എല്ലാം ഉണ്ടാക്കി വെച്ചതൊക്കെ 50 വർഷം പാരമ്പര്യമുള്ള 2 പാർട്ടികളുടെ തലയിൽ ചവിട്ടി സാക്ഷാൽ MGR-ന്റെ ഇലക്ഷൻ പെർസെൻറ്റേജ് വരെ തൂക്കി ചരിത്രം തിരുത്തി കുറിച്ച ആളാണ് നമ്മുടെ വിജയണ്ണൻ. ഒരേ ഒരു വായ്പ കൊടുങ്കെ എന്ന വിജയുടെ അഭ്യർത്ഥനയ്ക്ക് തമിഴ്നാട് ബാലറ്റ് പെട്ടിയിലൂടെ സമ്മതം അറിയിച്ചിരിക്കുന്നു. മുമ്പൊരിക്കൽ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിൻ്റെ സംസാരിക്കുന്നതിനിടയിൽ അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജീവിതത്തിൽ മുഖ്യമന്ത്രിയാകേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു ചോദ്യം. അതിന് അന്ന് നമ്മുടെ വിജയണ്ണൻ മാസ് മറുപടിയാണ് നൽകിയത്. ജീവിതത്തിൽ മുഖ്യമന്ത്രിയാകേണ്ട സാഹചര്യം വന്നാൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിക്കില്ലെന്നാണ്. സത്യത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കും എന്നാണ് താരം പറഞ്ഞത്. ആ വാക്ക് വിജയ് പാലിക്കുമോ എന്ന് അറിയാനാണ് തമിഴ്നാട് ജനതയും കാത്തിരിക്കുന്നത്. മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ അഥവാ MK സ്റ്റാലിൻ 2021 മുഖ്യമന്ത്രിയായി വരുന്നത്. 2021 മുഖ്യമന്ത്രി ആയത് മുതൽ 2024 വരെ അദ്ദേഹം മികച്ച മുഖ്യമന്ത്രി തന്നെയാണ്. MGR-ന് ശേഷം ജയലളിതയേക്കാൾ കരുണാനിധിയേക്കാൾ ജനങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രി. എന്നാൽ 2024 വിജയ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. വിജയ് സൈലൻറ്റുമായി.
അവിടെയാണ് സ്റ്റാലിനെ അടിപതറിയത്. വിജയെ തള്ളിക്കളയണോ വേണ്ടയോ എന്ന ചിന്ത അയാളിൽ വന്നത് മുതൽ വിജയ് അയാൾക്ക് പിടികൊടുത്തിട്ടില്ല. DMK രാഷ്ട്രീയം കുടുംബം വിട്ട് പോവാതിരിക്കാനും വിജയെ നേരിടാനും മകൻ ഉദയാനിധി സ്റ്റാലിനെ MLAയിൽ നിന്ന് മന്ത്രിയിലേക്കും മന്ത്രിയിൽ നിന്ന് ഉപമുഖ്യമന്ത്രിയിലേക്കും ആക്കി ഒരു മുൻകരുതലെടുത്തു. എന്നാൽ മാനാട് കഴിഞ്ഞ ഉടനെ തന്നെ വിജയ് അതിനെ കടന്നാക്രമിക്കുകയും തലമുറയായിട്ട് അധികാരവും മുഖ്യമന്ത്രി പദവിയും DMK കുടുംബം മാത്രം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് തമിഴ്നാടിനെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് വെച്ചലക്കിയതോടുകൂടിയിട്ട് അവിടെയാണ് സ്റ്റാലിൻ സ്റ്റക്കായിപ്പോയത്. അതിന് കാരണം അത് ശരിയാണ് എന്ന നിലപാട് DMKയിൽ പോലും ഉണ്ടായിരുന്നു. 2 പേർക്കിടയിലാണ് മത്സരം എന്ന് പറഞ്ഞ് DMKയെ എതിർക്കാൻ TVK വരണം എന്ന ചിന്ത ഓരോ പ്രസംഗത്തിലും ആവർത്തിച്ച് വിജയ് അത് ജനമനസ്സിലെ ആഴത്തിൽ ഇറക്കിവിട്ട ശേഷം CM സാർ, സ്റ്റാലിൻ അങ്കിൾ, വെരി റോങ് ബ്രോ തുടങ്ങി സോഷ്യൽ മീഡിയ ട്രെൻഡിങ് പ്രസംഗങ്ങൾ വഴി നന്നായിട്ട് പ്രകോപിപ്പിച്ചു. ഇതോടെ സ്റ്റാലിൻ അണ്ണൻ്റെ കയ്യിൽ നിന്ന് പോയി. ജയിക്കാനുള്ള പരിപാടികൾ തുടങ്ങി വിജയ്ക്ക് യാത്രാവിലക്ക്, TVK പൊതുപരിപാടികൾക്ക് നിയന്ത്രണം, ജാതി പറഞ്ഞ അധിക്ഷേപം, കരൂർ ഇഷ്യൂ, സംഗീത ഇഷ്യൂ, ജനനായകൻ ഇഷ്യൂ, CBI കേസ്, ഇത്രയും സംഭവങ്ങൾ, പിന്നെ വിജയകാന്തിൻ്റെ പാർട്ടി അടക്കം ഒരുപാട് ഘടകകക്ഷികൾ തുടങ്ങി വെപ്രാളത്തിൽ സ്റ്റാലിൻ അണ്ണൻ കാട്ടിക്കൂട്ട. ഇത് കൂടാതെ മന്ത്രിമാരായിട്ടുള്ള കരുണാസ്, പ്രകാശ് രാജ് തുടങ്ങി DMK അനുകൂലികൾ വിജയെ കടന്നാക്രമിച്ചതും പേഴ്സണൽ കാര്യങ്ങളിലെ അനാവശ്യ ഗോസിപ്പുകളും എല്ലാം അണ്ണന് പണിയായി. വേട്ടയാടുന്നു, ഇരയാക്കപ്പെടുന്നു എന്ന് വിജയ് പറഞ്ഞപ്പോൾ ജനങ്ങൾക്കും അത് ശരിയാണെന്ന് തോന്നി. വിജയെ പേടിച്ച് സ്റ്റാലിൻ വിജയെ ആക്രമിക്കുന്നു എന്നത് സ്റ്റാലിന് തന്നെ തിരിച്ചടിയായി. വിജയ് ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഇങ്ങനെ കൂടുതൽ റേഷൻ, ഇങ്ങനെ 2000 രൂപ തുടങ്ങി ജനക്ഷേമ പരിപാടികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അണ്ണൻ പോയിരുന്നതിൽ വിജയ് കുറച്ച് കഷ്ടപ്പെട്ടാണ്. വിജയം ഉറപ്പിക്കാനായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് തന്നെയാണ് വിജയ് ഇറങ്ങിയത്. ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ആൾക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ജോലി സ്ഥലങ്ങളിൽ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കൂട്ടമായിട്ട് വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു കാഴ്ച മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഒമാനിൽ നിന്ന് നാട്ടിലെത്തിയ ഒരു തമിഴ്നാട് സ്വദേശി, അയാളിപ്പോൾ ഇൻ്റർനെറ്റിൽ താരമാണ്. അദ്ദേഹം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി വെറും 1 വോട്ടിന് വിജയിച്ചതോടെയാണ് ഈ യാത്ര വലിയ ചർച്ചയായത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അപ്പോൾ അവിടുന്ന് വന്ന ഒരാൾ 1 വോട്ടിന് വേണ്ടിയിട്ട് അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാളെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. ആ വോട്ടിന് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. മസ്കറ്റിൽ ജോലി ചെയ്യുന്ന മണികണ്ഠൻ ശിവാനന്ദമാണ് ഈ ഒരു വോട്ടർ. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താൻ 3000 കിലോമീറ്റർ യാത്ര ചെയ്തതെന്ന് അദ്ദേഹം എക്സിലൂടെ കുറിച്ചിട്ടുണ്ടായിരുന്നു. വിജയം നിർണയിച്ച ആ ഒരു വോട്ട് ശിവഗംഗ ജില്ലയിലെ തിരുപ്പത്തൂർ മണ്ഡലത്തിലെ ഫലമാണ്. അതായത് TVK സ്ഥാനാർത്ഥി ശ്രീനിവാസ സേതുപതി 6, DMK നേതാവും മന്ത്രിയുമായിട്ടുള്ള KR പെരിയകറുപ്പിനെ വെറും 1 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. അന്തിമ കണക്കുകൾ പ്രകാരം സേതുപതി 83,375 വോട്ടുകൾ നേടി DMK സ്ഥാനാർത്ഥിയെ നേരിയ വ്യത്യാസത്തിൽ മറികടന്നു. ഫലം വന്ന ഉടനെ മണികണ്ഠൻ തൻ്റെ യാത്രയെ വിജയമായി ബന്ധിപ്പിച്ച് കുറിച്ച് പങ്കുവച്ചു. തിരുപ്പത്തൂർ മണ്ഡലത്തിലെ TVK 1 വോട്ടിന് വിജയിച്ചു. ദളപതിക്ക് വോട്ട് ചെയ്യാൻ മസ്കറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. നേരത്തെ ഏപ്രിൽ 16 തന്നെ TVKക്ക് വോട്ട് ചെയ്യാനായിട്ട് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത വിവരം മണികണ്ഠൻ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒറ്റ വോട്ടായിരിക്കും വിജയത്തിൽ നിർണായകമായതെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരാണ് അന്ന് ജോലി സ്ഥലത്ത് നിന്നും വിദൂര സ്ഥലത്ത് നിന്നും വോട്ട് ചെയ്യാനെത്തിയത്. ഇവരൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫലം തന്നെ മാറിപ്പോയേനെ. അന്ന് ഇവർ വരുന്നതിനെക്കുറിച്ച് കളിയാക്കിയ ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് കൊഞ്ഞനം കുത്തുക. തമിഴ്നാട് ഇനി എത്ര അത്ഭുതങ്ങൾ കാണാനിരിക്കുന്നു.
മസ്കറ്റിൽ നിന്നുള്ള ഒരാൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് വലിയ മാറ്റമാണ് കൊണ്ടുവന്നത്? അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഇതിനടിയിൽ വിട്ടിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ചരിത്രം സൃഷ്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. 2024 ഫെബ്രുവരിയിൽ രൂപീകരിച്ച പാർട്ടി തങ്ങളുടെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ്. AIADMK 3ാം സ്ഥാനത്തേക്ക് തള്ളിയ TVK ഭരണകക്ഷിയായ DMKക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ഏറ്റവും വലിയ സർപ്രൈസ് നടന്നത് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മണ്ഡലമായ കൊളത്തൂരിലാണ്. അവിടെ TVK സ്ഥാനാർത്ഥി VS ബാബു 8795 വോട്ടുകൾക്കാണ് സ്റ്റാലിനെ പരാജയപ്പെടുത്തിയത്. ഗീതാ ജീവൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയ പ്രമുഖ മന്ത്രിമാരും പരാജയപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഏകദേശം 35% വോട്ട് വിഹിതം TVK നേടിയതാണ്. അങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അതൊക്കെയാണെങ്കിലും 234 അംഗ നിയമസഭയിലെ ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയാത്തതിനാൽ ചെറിയ പാർട്ടികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാനാണ് TVKയുടെ നീക്കം. ലോക രാഷ്ട്രീയത്തിലെ ഇങ്ങനെയൊരു മാസ് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഹീറോയിസം സിനിമയിൽ മാത്രമേ നടക്കൂ എന്ന് പരിഹസിച്ചവരെ കൊണ്ടെല്ലാം ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് തിരുത്തി പറയിപ്പിച്ചിരിക്കുകയാണ് വിജയ്. തമിഴ്നാട്ടിലാണ് വിജയ് 100-ലധികം സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ചരിത്രം സൃഷ്ടിച്ചതെങ്കിലും അതിൻ്റെ സന്തോഷവും ആഘോഷമൊക്കെ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലുമുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം വിജയും TVK പാർട്ടിയും മാത്രമല്ല വൈറലാകുന്നത്, ആഘോഷിക്കപ്പെടുന്നതും നടി തൃഷയുടെ പേരും ഇവയ്ക്ക് രണ്ടിനുമൊപ്പം ഇൻ്റർനെറ്റിൽ ട്രെൻഡിങ് ആകുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ വിജയം തൃഷയ്ക്കുള്ള വിജയുടെ പിറന്നാൾ സമ്മാനമാണെന്ന തരത്തിലാണ് പോസ്റ്ററുകളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നത്. സിനിമാ പ്രേമികൾ മാത്രമല്ല, തമിഴ് സിനിമയിലെ മേഖലയിൽ സജീവമായി നിലനിൽക്കുന്ന പല താരങ്ങളും തൃഷയ്ക്ക് പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് ഈ ഒരു കാര്യം ലിങ്ക് ചെയ്ത് കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നടി രാധിക കുറിച്ചത് ഇങ്ങനെയാണ്: പിറന്നാൾ ആശംസകൾ പ്രിയപ്പെട്ടവളെ, വാട്ട് എ ഗിഫ്റ്റ് എന്നാണ് നടി രാധിക ശരത് കുമാർ തൃഷയ്ക്ക് പിറന്നാൾ ആശംസിച്ച് നടിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കമൻ്റായി ഇട്ടത്. അങ്ങനെ ഒരുപാട് താരങ്ങൾ തൃഷയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു സംഭവത്തിനെ ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെയാണ്. എവിടെയായാലും ഒരു തൊഴുത്തിൽ കുത്തികളുണ്ടാവും. അപ്പം ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ കമൻറ്റിൽ എതിർപ്പും അറിയിച്ചിട്ടുണ്ട്. തൃഷയുമായി വിജയ്ക്കുള്ള ബന്ധം സിനിമാ മേഖലയിലെ എല്ലാവർക്കും അപ്പോൾ അറിയാമായിരുന്നല്ലേ എന്നൊക്കെയാണ് കമൻറ്റ് വന്നിട്ടുള്ളത്. അവിഹിതത്തിന് എതിരെ പറയുന്ന ആണുങ്ങളെ മൊത്തം വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് നടന്മാരെല്ലാം ഇന്ന് മൊത്തം അണ്ണന് വേണ്ടിയിട്ട് ഒരു തങ്കച്ചി പാസൊക്കെ വാരി വിതറുന്നുണ്ട്. അതായത് വിജയുടെയും TVK പാർട്ടിയുടെയും ഭാവി അറിഞ്ഞ ശേഷം മാത്രം പിന്തുണയ്ക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനായിരുന്നു കാത്തിരുന്ന പോലെയാണ് ഈ മറ്റ് സഹതാരങ്ങളുടെ ഈ ഒരു ആശംസകൾ. അതായത് ഒന്നുമില്ലാത്തപ്പോൾ പുച്ഛിക്കും, എന്തെങ്കിലും കിട്ടിത്തുടങ്ങിയ അഭിനന്ദിക്കും. അതൊരു പ്രതിഭാസമല്ലേ? തമിഴ്നാട്ടിൽ ഇതൊരു മാറ്റത്തിൻ്റെ സമയമാണ്. രാഷ്ട്രീയത്തിലേക്ക് യുവനിരയെ കൊണ്ടുവന്നതും നിശബ്ദതയ്ക്കും അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി തന്നതും തമിഴ്നാടിനെ ഭരിക്കാൻ പ്രാപ്തനായ ഒരാളുണ്ടെന്ന് അറിയിച്ചതും ഇനി വിജയുടെ ഭരണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.